വചനമൊഴി ശ്ലീഹാക്കാലം 1-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 2:1-8, ജോബ് 33:2-4, 34:14-15, ശ്ലീഹന്മാരുടെ നടപടി 2:1-21, യോഹന്നാന്റെ സുവിശേഷം 20:19-23. ഈശോയിൽ സ്നേഹമുള്ളവരെ, പന്തക്കുസ്താ തിരുനാൾ ആചരിച്ചുകൊണ്ട് തിരുസഭ ഇന്ന് ആരാധനാക്രമപരമായി ശ്ലീഹാക്കാലം ആരംഭിക്കുകയാണ്. ഈശോ വാഗ്ദാനം ചെയ്തിരുന്ന പരിശുദ്ധ റൂഹായെ സ്വീകരിച്ച ശ്ലീഹന്മാർ മിശിഹായിലൂടെ പൂർണ്ണമായി വെളിവാക്കപ്പെട്ട ദൈവിക രഹസ്യം ഗ്രഹിച്ച് മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ് ശ്ലീഹാക്കാലത്തിന്റെ പ്രധാന വിചിന്തന വിഷയം. യഹൂദരുടെ പന്തക്കുസ്താ തിരുനാളിലാണ് ജെറുസലേമിൽ പ്രാർത്ഥനയിൽ ഒന്നിച്ചുകൂടിയിരുന്ന ശ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധ റൂഹായുടെ അഭിഷേകം ഉണ്ടാകുന്നത്. പരിശുദ്ധ റൂഹായുടെ ആവാസത്താൽ മിശിഹായ്ക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് പത്രോസ് ശ്ലീഹ സുവിശേഷം പ്രഘോഷിക്കുകയും ആദ്യ ക്രൈസ്തവ സമൂഹം രൂപം കൊള്ളുകയും ചെയ്തു. അങ്ങനെ സഭയുടെ ജന്മദിനം കൂടിയാണ് ഇന്ന്. ഇസ്രായേലിനിടയിൽ ആഘോഷിച്ചിരുന്ന കാർഷിക ഫലങ്ങളുടെ സമർപ്പണ തിരുനാളായിരുന്നു ആഴ്ചകളുടെ തിരുനാൾ എന്നറിയപ്പെട്ടിരുന്ന പന്തക്കുസ്താ തിരുനാൾ. വിളവെടുപ്പ് തുടങ്ങി 7 ആഴ്ച കഴിഞ്ഞ് ആചരിച്ചിരുന്ന ആഘോഷമായിരുന്നത് കൊണ്ടാണ് ആഴ്ചകളുടെ തിരുനാൾ എന്നറിയപ്പെട്ടിരുന്നത്. ആദ്യ ഫലങ്ങൾ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറുസലേമിലേക്ക് ജനം വന്നുകൊണ്ടിരുന്ന നാളായിരുന്നതിനാൽ ആദ്യ ഫലങ്ങളുടെ തിരുനാൾ എന്നും ഇത് അറിയപ്പെട്ടിരുന്നു. 7 ആഴ്ചകൾ കഴിഞ്ഞു വരുന്നത് 50-ാം ദിവസമായിരുന്നതിനാൽ പഴയ നിയമത്തിന്റെ അവസാന നൂറ്റാണ്ടുകളിൽ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഗ്രീക്ക് ഭാഷയുടെ സ്വാധീനം ആരംഭിച്ചപ്പോൾ 50-ാം ദിവസത്തെ തിരുനാൾ എന്ന അർത്ഥത്തിൽ പന്തക്കുസ്താ തിരുനാൾ എന്നും വിളിക്കപ്പെടുവാൻ തുടങ്ങി. കാർഷിക ഫലങ്ങളുടെ സമർപ്പണത്തോടനുബന്ധിച്ച് തിരുനാൾ ആചരിച്ചു പോന്നിരുന്നുവെങ്കിലും പിൽക്കാലത്ത് ഇസ്രായേലിയർ തോറ ലഭിച്ചതിനെ അനുസ്മരിക്കുന്ന തിരുനാൾ എന്ന വിധത്തിലും ഇത് ആഘോഷിച്ചിരുന്നു. ഇസ്രായേൽ ഒരു ഉടമ്പടി ജനമായി രൂപപ്പെട്ടതിനു ശേഷം അവർക്ക് ഉടമ്പടിയുടെ ഫലകം തോറ ലഭിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇത് ആഘോഷിച്ചിരുന്നത്. തോറ ആയിരുന്നല്ലോ അവരുടെ യാത്രയിലെ മാർഗദർശി. പുതിയ നിയമത്തിൽ ഈശോയുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തിലൂടെ പുതിയ ഉടമ്പടി സ്ഥാപിച്ചതിന് 50-ാം നാൾ പരിശുദ്ധ റൂഹായുടെ അഭിഷേകത്താൽ ശ്ലീഹന്മാർ മിശിഹായ്ക്ക് സാക്ഷ്യം നൽകി സഭ സ്ഥാപിക്കപ്പെട്ടു. പരിശുദ്ധ റൂഹായാണ് സഭയുടെ മാർഗദർശി. പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ ശ്ലീഹന്മാർ മിശിഹായ്ക്ക് സാക്ഷ്യം നൽകി സുവിശേഷം പ്രഘോഷിക്കുന്നതിനെ അനുസ്മരിക്കുന്ന ആരാധനാക്രമകാലമാണല്ലോ ശ്ലീഹാക്കാലം. പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനം, ശ്ലീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണം, ആദിമസഭയുടെ ചൈതന്യവും കൂട്ടായ്മയും, സഭയുടെ പ്രേക്ഷിത സ്വഭാവം, ദൗത്യം എന്നിവയാണ് ഈ കാലഘട്ടത്തിന്റെ പ്രധാന ധ്യാന വിഷയങ്ങൾ. ഇന്ന് പരിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കപ്പെടുന്ന തിരുവചന ഭാഗങ്ങളെല്ലാം പരിശുദ്ധ റൂഹായുമായി ബന്ധപ്പെട്ടതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ വായനയിൽ മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്തതിനു ശേഷം തന്റെ തന്നെ ജീവശ്വാസം അവനിലേക്ക് നൽകി. അവൻ ജീവനുള്ളവനായി. മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന, അവനിൽ വസിക്കുന്ന ദൈവിക ചൈതന്യം അവനെ മറ്റ് സൃഷ്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുന്നു. മനുഷ്യനിൽ പ്രത്യേകമായ വിധത്തിൽ ദൈവിക ചൈതന്യം വസിക്കുന്നു. അവൻ ദൈവാരൂപിയുടെ വാസസ്ഥലമായി മാറുന്നു. 2-ാമത്തെ പ്രഘോഷണം ജോബിന്റെ പുസ്തകത്തിൽ നിന്നുമുള്ളതാണ്. ദൈവിക ചൈതന്യമാണ് തന്നെ സൃഷ്ടിച്ചതെന്നും സർവശക്തന്റെ ശ്വാസമാണ് തനിക്ക് ജീവൻ തന്നതെന്നും തിരുവചനം പറയുന്നു. ഇത് ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടീകരണത്തോട് സാദൃശ്യമാണ്. അവിടുന്ന് തന്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ എല്ലാ ശരീരവും നശിക്കും. സൃഷ്ടിക്കുന്നിടത്ത് പരിശുദ്ധ റൂഹായുണ്ട് എന്നതുപോലെ പരിപാലിക്കുന്നതും നയിക്കുന്നതും പരിശുദ്ധ റൂഹായുടെ പ്രവൃത്തിയാണ് എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. മിശിഹായിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമായ സഭ പരിശുദ്ധാരൂപിയുടെ ആവാസത്താൽ സ്ഥാപിതമാകുന്നതിനെ കുറിച്ചാണ് ശ്ലീഹന്മാരുടെ നടപടിയിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ നാം ശ്രവിക്കുന്നത്. പഴയ നിയമം പുതിയ നിയമത്തിന് വഴിയൊരുക്കുന്നതുപോലെ പഴയ നിയമ പന്തക്കുസ്തായിലൂടെ തിരുസഭയ്ക്ക് വഴി തെളിയുന്നു.
പരിശുദ്ധാരൂപിയുടെ അഭിഷേകത്താൽ ശക്തി പ്രാപിക്കുന്ന സ്ലീഹന്മാർ തീഷ്ണതയോടെ സുവിശേഷ പ്രഘോഷണത്തിനായി ഇറങ്ങിപ്പുറപ്പെടുന്നതിന്റെ ഫലമാണ് തിരുസഭ. പരിശുദ്ധ റൂഹായുടെ അഭിഷേകമാണ് പന്തക്കുസ്താ സുദിനത്തിൽ നാം ഏറ്റുവാങ്ങേണ്ടത്. മിശിഹായുടെ തീഷ്ണതയാണ് നാം ജീവിക്കേണ്ടത്. ഈശോയുടെ കൽപ്പനയനുസരിച്ച് പ്രത്യാശാപൂർവം പ്രാർത്ഥനയിലായിരിക്കുന്ന വിശ്വാസ സമൂഹത്തിലാണ് പരിശുദ്ധ റൂഹായുടെ ആഗമനത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത്. ഇന്നത്തെ സുവിശേഷ വായനയിൽ നാം ശ്രവിക്കുന്നത് ഉത്തിതനായ മിശിഹ അടച്ചിട്ട മുറിയിൽ ഭയചകിതരായി കഴിഞ്ഞിരുന്ന സ്ലീഹന്മാർക്ക് പ്രത്യക്ഷനായി അവർക്ക് പരിശുദ്ധ റൂഹായെ നൽകുന്നതാണ്. അവിടുന്ന് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപം ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപം ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടുമിരിക്കും. പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനമാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. സഭ സ്ഥാപിതമായിരിക്കുന്നത് പരിശുദ്ധാരൂപയാലാണ്. സഭയിൽ സന്നിഹിതമായിരുന്നു കൊണ്ട് സഭയ്ക്ക് നവജീവൻ നൽകുന്നതും വിശുദ്ധീകരിക്കുന്നതും നയിക്കുന്നതും പരിശുദ്ധ റൂഹായാണ്. പരിശുദ്ധ റൂഹായുടെ ചൈതന്യം ഇന്ന് സഭയിൽ പ്രവർത്തനമാകുന്നത് ഉദാശകളിലൂടെയാണ്. മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയുമെല്ലാം അരൂപിയിൽ ജനിക്കുവാൻ കൃപ ലഭിച്ച നമുക്ക് ആ കൃപയിൽ നിരന്തരം വസിക്കുവാൻ ഇട നൽകുന്നത് പരിശുദ്ധ കുർബാനയാണ്. ബലഹീനമായ മനുഷ്യ സ്വഭാവം പാപത്തിൽ വീണുപോയാൽ പരിശുദ്ധാരൂപിയുടെ കൃപയാൽ വിശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടും ജനിക്കുവാൻ വിശുദ്ധ കുംസാരം സഹായിക്കുന്നു. കൗദാശികമായി സന്നിഹിതമായിരിക്കുന്ന പരിശുദ്ധ റൂഹായുടെ ആലയമായി വർത്തിച്ച് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഉദാശ ജീവിതം നമ്മെ പ്രാപ്തമാക്കുന്നു. കുടുംബജീവിതത്തിലൂടെ സമർപ്പിത ജീവിതത്തിലൂടെ ഈ സാക്ഷ്യം നൽകലാണ് യാഥാർത്ഥ്യമാകുന്നത്. ദൈവൈക്യത്തിലായിരുന്നു കൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗപ്രാപ്തി നേടുവാൻ രോഗിലേപനം വിശ്വാസിയെ യോഗ്യമാക്കുന്നു. സഭയെ പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കുന്നത്, നയിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നത് പരിശുദ്ധാരൂപിയുടെ ചൈതന്യമാണ്. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാരൂപിയുടെ ചൈതന്യത്തിന്റെ സ്വരം ശ്രവിച്ച് വിശുദ്ധരുടെ കൂട്ടായ്മയായി വർത്തിക്കുവാൻ പന്തക്കുസ്താ ദിനം നമ്മെ ക്ഷണിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധിയുടെ റൂഹായെ എന്നിലെ ശ്വാസമായാലും അങ്ങനെ എന്നിലെ ചിന്ത വിശുദ്ധീകരിക്കപ്പെടട്ടെ. പരിശുദ്ധിയുടെ റൂഹായെ എന്നിൽ ജ്വലനമുളവാക്കിയാലും അങ്ങനെ എന്റെ പ്രവൃത്തികൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. എന്റെ ഹൃദയത്തെ അങ്ങയിലേക്ക് അടുപ്പിച്ചാലും ഞാൻ വിശുദ്ധമായവയെ സ്നേഹിക്കട്ടെ. എന്നെ പരീക്ഷിച്ചാലും ഞാൻ എപ്പോഴും നിർമ്മലമായിരിക്കട്ടെ. പന്തക്കുസ്താ തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. പരിശുദ്ധ റൂഹായുടെ കൃപയോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.